ഹലോ, വെൽക്കം ടു ഷൈൻ സൊല്യൂഷൻ. അപ്പോൾ HSA ഫിസിക്കൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നല്ലോ. ഏകദേശം 9 വർഷങ്ങൾക്ക് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഒഴിവുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ ക്ലാസ്സുകൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ്സുകൾ ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തു ഓൺലൈൻ ക്ലാസ്സുകൾ കൂടി വേണമെന്ന്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ ഞങ്ങളുടെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ കാരണം. എന്നാലും ഞങ്ങളെ കൂടെയുള്ള ഒരുപാട് പേർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. യൂട്യൂബിൽ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ ഞങ്ങളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ടോട്ടൽ ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്താൽ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. എക്സാം തീരുന്നവരെ നമ്മൾ ഈ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന രീതിയിൽ ക്ലാസ്സുകൾ ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടെ ഉണ്ട്. നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ അല്ല എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ PDF മറ്റ് മെറ്റീരിയൽ കിട്ടാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ കൂടി ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് VSEPR തിയറിയാണ്. അപ്പം വാലൻസ് ബോണ്ട് ഇലക്ട്രോൺ റിപ്പൽഷൻ തിയറി എന്നറിയപ്പെടുന്ന VSEPR തിയറിയാണ്. അപ്പം ഈ ഒരു ടോപ്പിക് വരുന്നത് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ VSEPR തിയറി വരുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഉറപ്പായിട്ടും 1-2 ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് തുടങ്ങാം. ഈ ചോദ്യം കണ്ടോ? ഈ ചോദ്യം കഴിഞ്ഞ 2016 നടന്ന HSA എക്സാമിൻ്റെ 79ാമത്തെ ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കോംപ്ലക്സിനാണ് സ്ക്വയർ സ്ട്രക്ചർ ഉള്ളതെന്നാണ് ചോദ്യം. ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ഇതല്ല ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാലും ഇതേ ടൈപ്പ് ചോദ്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതാണ് ഞാൻ ഈ ചോദ്യം എടുത്തിടാൻ കാരണം. ഇനി ഈ ചോദ്യം ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2016 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 79 ക്വസ്റ്റ്യൻ നമ്പർ. ഇതിലും NiCO4 അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ 2 ചോദ്യങ്ങളും കോർഡിനേഷൻ കോമ്പൗണ്ടായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിൻ്റെ വീഡിയോസ് ഞാൻ അടുത്ത് തന്നെ ഇടുന്നതാണ്. അതിൻ്റെ ബോണ്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ ഉടൻ തന്നെ ഇടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ അല്ലാതെ ചോദിച്ചാൽ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ VSEPR തിയറി വെച്ചിട്ട് ഈ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് VSEPR തിയറിയിലേക്ക് കടക്കാം. ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ VSEPR തിയറിയിൽ നമ്മൾ ഒരു മോളിക്യൂളിൻ്റെ അകത്ത് ഒരു തന്മാത്രയിൽ സെൻറ്ററിൽ ഒരു ആറ്റം ഉണ്ടാവും. ആ ആറ്റത്തിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തന്മാത്രയുടെ ഷേപ്പ് അല്ലെങ്കിൽ ജോമെട്രി പറയുന്നത്. ഒന്ന് ഷേപ്പിന് നമ്മൾ ഘടന എന്ന് പറയും, ജോമെട്രിക്ക് നമ്മൾ ജ്യാമിതി പറയും. ഇങ്ങനെ ഒന്നുകിൽ ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് നമ്മൾ പറയുന്നത് ഒരു തന്മാത്രയുടെ സെൻട്രൽ ആറ്റത്തിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ്. അതെങ്ങനെ പറയാമെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആദ്യം പഠിക്കണം. അതിനുശേഷം ഒരു തന്മാത്രയിൽ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ബോണ്ട് പെയർ അല്ലെങ്കിൽ ലോൺ പെയർ ഇലക്ട്രോണുകളുടെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ 2 ബോണ്ട് പെയറും 0 ലോൺ പെയർ. അങ്ങനെയാണെങ്കിൽ 2 ബോണ്ട് പെയറും 0 ലോൺ പെയറും ആണെങ്കിൽ അതിൻ്റെ ജോമെട്രി എന്തായിരിക്കും? ഇത് ലീനിയർ ആയിരിക്കും. ജോമെട്രി ലീനിയർ ആയിരിക്കും, ഷേപ്പും ലീനിയർ ആയിരിക്കും. ഓക്കെ. ഇനി 2 ബോണ്ട് പെയറും 1 ലോൺ പെയർ ആണെങ്കിലോ ജോമെട്രി ട്രയാഗണൽ പ്ലാനർ ആണ്. ട്രയാഗണൽ പ്ലാനർ. ഇതിൻ്റെ ഷേപ്പ് എന്താണ്?
വി ഷേപ്പാണ്, അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പാണ്. വി അല്ലെങ്കിൽ ബെൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ജോമെട്രിയും ഷേപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ജോമെട്രിയും ഷേപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ. ഇനി അടുത്തത് 2 ബോൺ പെയറും 2 ലോൺ പെയറും ആണെങ്കിൽ അതിൻ്റെ ജോമെട്രി ടെട്രാഹീഡ്രലാണ്. ഷേപ്പ് എന്താണ്? വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് തന്നെയാണ്. ഇനി 2 ബോൺ പെയറും 3 ലോൺ പെയറും ആണ് എങ്കിൽ ജോമെട്രി വരിക ട്രയാഗണൽ ബൈപിരമിഡലാണ്. ട്രയാഗണൽ ബൈപിരമിഡലാണ്. ഷേപ്പ് വരുന്നത് ലീനിയറാണ്. ഇനി മൂന്നാമത്തെ 3 ബോൺ പെയറും 0 ലോൺ പെയറും ആണെങ്കിൽ ഇതെന്താണ് വരിക? ട്രയാഗണൽ പ്ലാനാറാണ്. ഇപ്പം ട്രയാഗണൽ പ്ലാനാറാണ്. ജോമെട്രിയും ഷേപ്പും ട്രയാഗണൽ പ്ലാനാറാണ്. മൂന്ന് ബോൺ പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ ജോമെട്രി വരിക ടെട്രാഹീഡ്രലാണ്. ഷേപ്പ് വരിക പിരമിഡലാണ്. അടുത്തത് 3 ബോൺ പെയറും 2 ലോൺ പെയറും ആണെങ്കിൽ ജോമെട്രി വരിക ട്രയാഗണൽ ബൈപിരമിഡലാണ്. ഷേപ്പ് വരിക ടി ഷേപ്പാണ്. 4 ബോൺ പെയറും 0 ലോൺ പെയറും ആണെങ്കിൽ ജോമെട്രി ടെട്രാഹീഡ്രൽ വരും. ഷേപ്പും ടെട്രാഹീഡ്രൽ വരും. 4 ബോൺ പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ ട്രയാഗണൽ ബൈപിരമിഡൽ വരും. ജോമെട്രി ട്രയാഗണൽ ബൈപിരമിഡൽ വരും. ഷേപ്പ് എന്താ വരിക? സീസോ വരും. 4 ബോൺ പെയറും 2 ലോൺ പെയറും ആണെങ്കിൽ ജോമെട്രി ഒക്ടാഹീഡ്രൽ വരും. ഷേപ്പ് സ്ക്വയർ പ്ലാനാർ വരും. അടുത്തായിട്ട് 5 ബോൺ പെയറും 0 ലോൺ പെയറും ആണെങ്കിൽ ജോമെട്രി ട്രയാഗണൽ ബൈപിരമിഡൽ തന്നെ വരും. ഷേപ്പും ട്രയാഗണൽ ബൈപിരമിഡൽ വരും. ഇനി 6 ബോൺ പെയറും അടുത്തത് 5 ബോൺ പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ ജോമെട്രി ഒക്ടാഹീഡ്രൽ വരും. ഷേപ്പ് സ്ക്വയർ പിരമിഡ് വരും. ഇനി അടുത്തത് 5 ബോൺ പെയറും 2 ലോൺ പെയറും ആണെങ്കിൽ പെൻറ്റഗണൽ ബൈപിരമിഡൽ വരും. ഷേപ്പ് പെൻറ്റഗണൽ പ്ലാനാർ വരും. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഷേപ്പും ജോമെട്രിയും തമ്മിലുള്ള ബന്ധമാണ്. അതായത് ഘടനയും ജ്യാമിതിയും തമ്മിലുള്ള ബന്ധം എന്താണ് ബന്ധമെന്നും എന്താണ് വ്യത്യാസം എന്നാണ് നമുക്ക് നോക്കേണ്ടത്.
ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പം 15ഓളം VSEPR തിയറി പ്രകാരം 15ഓളം തന്മാത്രകളുടെ ഷേപ്പിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ജാമിതിനെ പറ്റിയും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കാനും ഒരു എളുപ്പ വഴിയാവും. ഈ ഷേപ്പും ജോമെട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും കൂടി നമുക്ക് പെട്ടെന്ന് പറയാം. അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം എടുക്കാം. 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഒരു സിസ്റ്റം എടുക്കാൻ വിചാരിക്കും. അപ്പോൾ ഷേപ്പ് പറയുമ്പോൾ അല്ലെങ്കിൽ ഘടനയെ പറ്റി പറയുമ്പോൾ ഷേപ്പിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഘടനയെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ലോൺ പെയർ ഇല്ലാതെയാണ് നമ്മൾ പറയേണ്ടത്. ഷേപ്പ് ആണെങ്കിൽ ലോൺ പെയർ കൺസിഡർ ചെയ്യാതെ പറയണം. ജാമിതിനെ പറ്റി അല്ലെങ്കിൽ ജോമെട്രിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ലോൺ പെയർ കൂടി കൺസിഡർ ചെയ്തിട്ട് പറയണം. ഇതാണ് വ്യത്യാസം. അപ്പോൾ നമുക്കറിയാം, ഇതാണ് എങ്കിൽ ട്രയാഗണൽ ബൈപിരമിഡിലാണ് ജോമെട്രി വരിക. ഷേപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ഇതിന്റെ ഇങ്ങനെയാണ് വരിക, ട്രയാഗണൽ ബൈപിരമിഡിലാണ് വരിക. ഇപ്പൊ ട്രയാഗണൽ ബൈപിരമിഡില് ഇത് ലോൺ പെയർ ആവാം, ഇതും ലോൺ പെയർ ആവാം, ഇതും ലോൺ പെയർ ആവാം, ഇതും 3 ബോണ്ട് പെയർ ആവാം. ഇതിവിടെ എ എന്ന് പറയുന്ന 3 ആറ്റം ഉണ്ട്, ഇത് ലോൺ പെയർ ആവാം. ഇപ്പൊ ഷേപ്പ് എന്താണ് വരുന്നത്? ടി ഷേപ്പാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ ലോൺ പെയറിനെ കൺസിഡർ ചെയ്തിട്ടില്ല, ബോണ്ട് പെയറിനെ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ഇതിന്റെ സ്ട്രക്ചർ പറയുന്നെങ്കിൽ അത് നമ്മൾ ഷേപ്പ് എന്ന് പറയും. ഇനി ജോമെട്രി ആണ് എന്താണ് വരിക? ഇതിന്റെ ജോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ജോമെട്രി ബോണ്ട് പെയറും ലോൺ പെയറും കൺസിഡർ ചെയ്യണം. അപ്പൊ എന്താ വരിക? ട്രയാഗണൽ ബൈ പിരമിഡിലാണ് വരിക. ഇതാണ് ജോമെട്രി വരിക. ഇതാണ് ജോമെട്രിയും ഷേപ്പും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ലോൺ പെയർ കൂടി കൺസിഡർ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ജോമെട്രി, ബോണ്ട് പെയർ മാത്രം കൺസിഡർ ചെയ്തിട്ടാണെങ്കിൽ അത് ഷേപ്പ് അല്ലെങ്കിൽ ഘടന എന്ന് പറയും. ജാമിതിനെ പറ്റി അല്ലെങ്കിൽ ജോമെട്രിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ലോൺ പെയർ കൂടി കൺസിഡർ ചെയ്തിട്ട് പറയണം. ഇതാണ് വ്യത്യാസം. അപ്പോൾ നമുക്കറിയാം, ഇതാണ് എങ്കിൽ ട്രയാഗണൽ ബൈപിരമിഡിലാണ് ജോമെട്രി വരിക. ഷേപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ഇതിന്റെ ഇങ്ങനെയാണ് വരിക, ട്രയാഗണൽ ബൈപിരമിഡിലാണ് വരിക. ഇപ്പൊ ട്രയാഗണൽ ബൈപിരമിഡില് ഇത് ലോൺ പെയർ ആവാം, ഇതും ലോൺ പെയർ ആവാം, ഇതും ലോൺ പെയർ ആവാം, ഇതും 3 ബോണ്ട് പെയർ ആവാം. ഇതിവിടെ എ എന്ന് പറയുന്ന 3 ആറ്റം ഉണ്ട്, ഇത് ലോൺ പെയർ ആവാം. ഇപ്പൊ ഷേപ്പ് എന്താണ് വരുന്നത്? ടി ഷേപ്പാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ ലോൺ പെയറിനെ കൺസിഡർ ചെയ്തിട്ടില്ല, ബോണ്ട് പെയറിനെ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ഇതിന്റെ സ്ട്രക്ചർ പറയുന്നെങ്കിൽ അത് നമ്മൾ ഷേപ്പ് എന്ന് പറയും. ഇനി ജോമെട്രി ആണ് എന്താണ് വരിക? ഇതിന്റെ ജോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ജോമെട്രി ബോണ്ട് പെയറും ലോൺ പെയറും കൺസിഡർ ചെയ്യണം. അപ്പൊ എന്താ വരിക? ട്രയാഗണൽ ബൈ പിരമിഡിലാണ് വരിക. ഇതാണ് ജോമെട്രി വരിക. ഇതാണ് ജോമെട്രിയും ഷേപ്പും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ലോൺ പെയർ കൂടി കൺസിഡർ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ജോമെട്രി, ബോണ്ട് പെയർ മാത്രം കൺസിഡർ ചെയ്തിട്ടാണെങ്കിൽ അത് ഷേപ്പ് അല്ലെങ്കിൽ ഘടന എന്ന് പറയും. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു ഐഡിയ കൂടി ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ 3 ബോണ്ട് പെയർ ആണെങ്കിൽ, 3 ബോണ്ട് പെയർ മാത്രമാണെങ്കിൽ പ്ലസ് 0 ലോൺ പെയർ ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇങ്ങനെ ട്രയാഗണൽ പ്ലാനാർ. ഇനി 2 ബോണ്ട് പെയറും 1 ലോൺ പെയർ ആണെങ്കിൽ എന്താ വരിക? ജോമെട്രി ഇങ്ങനെ തന്നെ വരും, ഇത് ലോൺ പെയർ ആക്കാം. അപ്പൊ ഷേപ്പ് എന്താ? ജോമെട്രി ട്രയാഗണൽ പ്ലാനാർ തന്നെ, ഷേപ്പ് എന്താ വരിക? ഷേപ്പ് വി ഷേപ്പ് വരും. ഓക്കെ. ഇനി 4 ബോണ്ട് പെയർ പ്ലസ് 0 ലോൺ പെയർ ആണെങ്കിൽ എന്താ വരിക? 4 ബോണ്ട് പെയറും 0 ലോൺ പെയർ ആണെങ്കിൽ ടെട്രാഹൈഡ്രലാണ് വരിക. ഇങ്ങനെ വരും. ഓക്കെ, ടെട്രാഹൈഡ്രൽ വരും. അത് ജോമെട്രിയും ഷേപ്പും എല്ലാം 0 ലോൺ പെയർ ആണെങ്കിൽ ജോമെട്രി ഷേപ്പ് സെയിം ആയിരിക്കും. ഇനി 3 ബോണ്ട് പെയറും 1 ലോൺ പെയർ ആണെങ്കിൽ എന്താ വരിക? ഇതിനെ ലോൺ പെയർ ആക്കാം. അപ്പൊ എങ്ങനെ വരിക? ഇതിനെ ലോൺ പെയർ ആക്കാം. അപ്പൊ ജോമെട്രി എന്താ വരിക? ടെട്രാഹൈഡ്രൽ എന്ന് വരും. ഷേപ്പ് എന്താ വരിക? ഷേപ്പ് പിരമിഡൽ വരും. ഇത്രയാണ് പഠിക്കാൻ കാര്യങ്ങൾ.
വളരെ എളുപ്പമാണ്. ഇപ്പൊ ജോമെട്രി എപ്പോഴും എന്തായിരിക്കും ലോൺ പെയർ കൂട്ടിയിട്ട് എണ്ണണം എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്ത കാര്യം വളരെ എളുപ്പമാണ്. 5 പെയർ ഓഫ് ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഞാൻ അതും കൂടി പറയാം. അപ്പം 5 ബോണ്ട് പെയറും 0 ലോൺ പെയർ ആണെങ്കിൽ ജോമെട്രി എന്താ വരിക? നമ്മൾ നേരത്തെ കണ്ടു, ട്രയാഗണൽ ബൈപിരമിഡിലാണ് വരിക. ട്രയാഗണൽ ബൈപിരമിഡിൽ വരും. ഓക്കെ, ഇത് ജോമെട്രിയും ഷേപ്പും സെയിം ആയിരിക്കും. ഇനി 4 ബോണ്ട് പെയറും 1 ലോൺ പെയർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇതെടുക്കുക, ഇതിനെ ലോൺ പെയർ ആക്കുക. ഓക്കെ, അപ്പൊ ജോമെട്രി ഇതന്നെ വരും, ട്രയാഗണൽ ബൈപിരമിഡിൽ തന്നെ വരും. ഷേപ്പ് എന്താ വരിക? ഷേപ്പ് സീസോ വരും. ഓക്കെ, ഇനി 3 ബോണ്ട് പെയറും 2 ലോൺ പെയർ ആണെങ്കിലോ ഇതേപോലെ തന്നെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇതിനെയും ലോൺ പെയർ ആക്കുക, ഇതും ലോൺ പെയർ ആക്കുക. ഇപ്പൊ ജോമെട്രി ട്രയാഗണൽ ബൈപിരമിഡിൽ തന്നെ വരും. ഷേപ്പ് എന്ത് വരും? ടി ഷേപ്പ് വരും. ഇത്രയുള്ള കാര്യങ്ങൾ പഠിക്കും. വളരെ എളുപ്പമാണ്. എളുപ്പത്തിൽ BSc തിയറി പഠിക്കാൻ പറ്റും. ഇനി ഞാൻ ഒരു മോളിക്യൂൾ എടുത്തിട്ട് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഒരു തന്മാത്രയിൽ ഈ തിയറി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഒന്നാമത്തെ തന്മാത്ര ഞാൻ എടുക്കുന്നത് BF3 ആണ്. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കെമിസ്ട്രി ആയിട്ടുള്ള ടച്ച് വിട്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സിന്റെ പേരും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൃത്യമായിട്ട് പഠിക്കണം. എങ്കിലേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിർബന്ധമാണ്. ഇപ്പോൾ പീരിയോഡിക് ടേബിൾ മൊത്തത്തിൽ പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് വരണം. അപ്പോൾ BF3 എന്ന് പറയുന്ന മോളിക്യൂളില് ബോറോൺ ആണ് സെൻട്രൽ ആറ്റം. അപ്പൊ ഈ ബോറോണിന്റെ മുകളിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1 ആണ് വരിക. s2p1 ആണ്. ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 3 ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പൊ നമ്മൾ 3 ഇലക്ട്രോൺസ് വരയ്ക്കണം. ബോറോൺ വരയ്ക്കുക. ബോറോണിന്റെ മുകളിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി 3 ഇലക്ട്രോൺസ്. ബോറോൺ 3 ഇലക്ട്രോൺസ് ഉള്ളത് 1 2 3. അപ്പം ഇതെന്ത് ചെയ്യും? ഒരു ഫ്ലൂറിനൈറ്റ് ബോണ്ട് ഉണ്ടാക്കും, രണ്ടാമത്തെ ഒരു ഫ്ലൂറിനൈറ്റ് ബോണ്ട് ഉണ്ടാക്കും, മൂന്നാമത്തെ ഫ്ലൂറിനൈറ്റ് ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാം. അപ്പം ഇങ്ങനെ ഒരു വര വരച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു ഇലക്ട്രോൺ ബോറോണും 1 ഇലക്ട്രോൺ ഫ്ലൂറിനും എടുത്തിട്ട് ഇവിടെ ഒരു ബോണ്ട് ആകുന്നു. ഇവിടെ ഒരു ഇലക്ട്രോൺ ബോറോണ്ടതും 1 ഇലക്ട്രോൺ ഫ്ലൂറിന്റെ ഉണ്ടാവും. ഇവിടെ അതേപോലെ ഒരു ഇലക്ട്രോൺ ബോറോണ്ടതും 1 ഇലക്ട്രോൺ ഫ്ലൂറിന്റെ ഉണ്ടാവും. അങ്ങനെ ഈ ബോണ്ട് നമ്മൾ എന്താ പറയുക? ഒരു ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ബോണ്ട് പെയർ. ഇതാണ്. അപ്പൊ ഇതൊരു ബോണ്ട് പെയർ ആണ്. ഇത് രണ്ടാമത്തെ ബോണ്ട് പെയർ ആണ്, മൂന്നാമത്തെ ബോണ്ട് പെയർ ആണ്. അപ്പൊ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എത്ര ബോണ്ട് പെയർ ഉണ്ട്? 3 ബോണ്ട് പെയർ ഉണ്ട്. ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാത്ത ഇലക്ട്രോൺ ഉണ്ടോ? ബോറോൺ ഇല്ല. അപ്പൊ 0 ലോൺ പെയർ. അപ്പൊ 3 ബോണ്ട് പെയർ പ്ലസ് 0 ലോൺ പെയർ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ കണ്ട ആ ചാർട്ട് നോക്കുക. എന്തായിരുന്നു? 3 ബോണ്ട് പെയർ 0 ലോൺ പെയർ ആണെങ്കിൽ നമ്മൾ കണ്ടത് ട്രയാഗണൽ പ്ലാനർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് വരിക. ട്രയാഗണൽ പ്ലാനർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മോളിക്യൂളിന്റെ ഷേപ്പ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ മോളിക്യൂൾ ഞാൻ എടുക്കുന്നത് SF4 ആണ്. SF4 എന്ന് പറയുമ്പോൾ സൾഫർ ആണ്. സൾഫർ എന്ന് പറയുന്നത് ഓക്സിജന്റെ ഫാമിലിയിൽ വരുന്നതാണ്. ഓക്സിജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക? S2p4 ആണ് വരിക. ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 6 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സൾഫർ എടുക്കുമ്പോൾ ഓക്സിജൻ അതേ ഫാമിലി ആയതുകൊണ്ട് 6 ഇലക്ട്രോൺ ഇടുക. ഇങ്ങനെയല്ല, 6 ഇലക്ട്രോൺ. ഇതിൽ 4 ഫ്ലൂറിനൈറ്റ് ബോണ്ട് ഉണ്ടാക്കണം. ഒരു ഫ്ലൂറിനൈറ്റ് ബോണ്ട് ആക്കി, രണ്ടാമത്തെ ഫ്ലൂറിനൈറ്റ് ബോണ്ട് ആക്കി, മൂന്നാമത്തെ ഫ്ലൂറിനൈറ്റ് ബോണ്ട് ആക്കി, നാലാമത്തെ ഫ്ലൂറിനൈറ്റ് ബോണ്ട് ആക്കി. ഇപ്പൊ എത്ര ബോണ്ട് പെയർ ഉണ്ട്? 1 2 3 4 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ബോണ്ടിൽ ഇൻവോൾവ് ചെയ്യാത്തുണ്ട്. അപ്പൊ എന്താ വരിക? 4 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ ആണ്. 4 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ 4 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇതാണെങ്കിൽ സീസോ ആണ് സ്ട്രക്ചർ. സീസോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? സൾഫർ ഇവിടെ ഉണ്ടാവും, 2 ഫ്ലൂറിൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ.
നമുക്ക് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ, വളരെ എളുപ്പമാണ് ഈ ഐഡിയ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ, സീസോ ആണ്, ഷേപ്പ് സീസോ ആണ്, ജോമെട്രി എന്താ വരിക, ഷേപ്പ് ആണ് ചോദിച്ചതെങ്കിൽ ഇതില് ചോദ്യങ്ങൾ എന്താ ചോദിക്കാറുള്ളത്, 3 തരത്തിലാണ് ചോദ്യം വരിക. ഒന്ന് ഷേപ്പ് ചോദിക്കും, ഷേപ്പ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സീസോ ആണെന്ന് പറഞ്ഞു. ഇനി ജിയോമെട്രി ആണ് ചോദിച്ചതെങ്കിൽ എന്താ പറയാ, ട്രയാഗണൽ ബൈപിരമിഡ് ആണ്. പിന്നെ എന്താ ചോദിക്കുക, എത്ര ബോൺ പെയർ ഉണ്ട്, എത്ര ലോൺ പെയർ ഉണ്ട് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇതിൽ എത്ര ഉണ്ട്, 4 ബോൺ പെയറും 1 ലോൺ പെയർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് VSEPR തിയറി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക. റെഡി? അപ്പോൾ എങ്ങനെയാണ് VSEPR തിയറി അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തായാലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ വരിക. അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ഞാൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇപ്പം പുതുതായിട്ടുള്ള എക്സാമുകൾക്ക് വരുന്നത്. ആ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ചോദ്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ സോൾവ് ചെയ്യും. ബാക്കി ഞാൻ വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓരോ സ്ലൈഡിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, I3 മൈനസ് തന്മാത്രയിലെ ലോൺ പെയർ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. I3 മൈനസ് തന്മാത്രയാണ് ചോദിച്ചിരിക്കുന്നത്. I3 മൈനസ് എന്ന് പറയുന്ന തന്മാത്രയുടെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവും, ഇതില് 3 I ആണ്. അപ്പോൾ I എന്നാണ് ഉണ്ടാവുക. നമുക്കറിയാം അയഡിൻ എന്ന് പറഞ്ഞാൽ ഹാലജൻസ് ആണ് ഗ്രൂപ്പ്. ഹാലജൻസ് വരുന്ന സമയത്ത് എങ്ങനെയാ വരിക, ഹാലജൻസ് വരുന്ന സമയത്ത് 7 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. ഒരു ഹാലജന്റെ എല്ലാ ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിനൊക്കെ അയഡിനൊക്കെ 7 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അയഡിനെ എടുത്തിട്ട് 7 ഇലക്ട്രോൺസിന് ഇടുക. 7 ഇലക്ട്രോൺസിന് ഇടണം. ഇവിടെ എന്താണ് I3 മൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈനസ് ചാർജ് എന്താണ് സെൻട്രൽ ആറ്റത്തിന് കൊടുക്കുക. അപ്പം മൈനസ് എന്ന് പറയുമ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് 1 ഇലക്ട്രോൺ കൊടുക്കുക വരും. അപ്പം 7 1 8 ഇലക്ട്രോൺ. അപ്പം ഞാൻ 2 ഇവിടെ ഇട്ടു, 2 ഇവിടെ ഇട്ടു, 2 ഇവിടെ ഇട്ടു, 1 ഇവിടെയും 1 ഇവിടെ ഇട്ടു. റെഡി? ഇപ്പൊ എത്രയും 2 4 6 7 8 ആയി. ഇനി ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഐഡിനായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. റെഡി? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് I3 മൈനസ് തന്മാത്രയിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ സെൻട്രൽ ആറ്റത്തിന്റെ മുകളിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ നമ്മൾ തന്മാത്രയിലെയാണ് ചോദിച്ചത്, ഈ നടുവിലുള്ള ആറ്റത്തിന്റെ മാത്രമല്ല. അപ്പൊ ഇവിടെയും ഐഡിൻ ഉണ്ട്. ഇതിന്റെ മുകളിൽ എത്ര ഉണ്ടാവും, 7 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ അതില് 2 1 ഇവിടെയും 7 ആയി, 2 4 6 1 ഇവിടെയും 7 ആയി. അപ്പൊ ടോട്ടൽ എത്രയായി, 1 2 3 4 5 6 7 8 9 ഇലക്ട്രോൺസ് ആയി. ഓപ്ഷൻ ഡി ആണ് ശരിയിട്ട്. ഇതെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓപ്ഷൻ എ എഴുതും. നമ്മുടെ മനസ്സിൽ ഈ സെൻട്രൽ ആറ്റം മാത്രമേ വരുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചോദ്യം ടോട്ടൽ തന്മാത്രയിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. രണ്ടാമത്തെ ചോദ്യം, VSEPR സിദ്ധാന്തം അനുസരിച്ച് SO32 മൈനസ് CO32 മൈനസ് BrF4 മൈനസ് എന്നിവയുടെ ആകൃതികൾ യഥാക്രമം ത്രികോണ പിരമിഡൽ, ത്രികോണ പ്ലാനാർ, ടെട്രാഹൈഡ്രൽ, അങ്ങനെയൊക്കെ പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ ഈ ഉദാഹരണം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒന്ന് ചാർജുകളുണ്ട്, പിന്നെ എന്താണ് സൾഫർ ഓക്സിജനായിട്ട് ഓക്സിജൻ വരികയാണെങ്കിൽ ഓക്സിജനിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്നും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സാമ്പിൾസ് ആണ് എല്ലാം എടുത്തത്. കാരണം നിങ്ങൾക്ക് അതായിരിക്കും ആവശ്യമുണ്ടാവുക. സിമ്പിൾ ആയിട്ടുള്ള എക്സാംസ് നമ്മൾ എൻ്റെ PDF എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തായിരിക്കും. ഇപ്പോൾ SO32 മൈനസ് എങ്ങനെയാണെന്ന് പഠിക്കുക. സൾഫർ ആണ്. സൾഫറിന്റെ മുകളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, സൾഫറിന്റെ മുകളിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അത് നേരത്തെ നമ്മൾ കണ്ടു. അപ്പോൾ 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജനായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ എന്താണ്, ഓക്സിജന്റെ പ്രത്യേകത ഡബിൾ ബോണ്ട് ഉണ്ടാക്കും. SO32 മൈനസ് ആണ്. അപ്പോൾ ഡബിൾ ബോണ്ട് ചാർജ് ഒന്നും ഇല്ല എങ്കിൽ ഓക്സിജൻ എങ്ങനെ ഉണ്ടാക്കുക, ഡബിൾ ബോണ്ട് ആണ് ഉണ്ടാക്കുക.
ഓക്സിജൻ 2 മൈനസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, O മൈനസ് O മൈനസ് ഇങ്ങനെ ഇടാം. അപ്പോൾ ഇങ്ങനെ ഇടാം. അപ്പോൾ എന്താ വരിക, നമുക്ക് വരിക എത്ര ബോണ്ട് പെയർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഈ ഡബിൾ ബോണ്ടിനെ ഇപ്പോൾ VSEPR തിയറി കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, സിംഗിൾ ബോണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതൊരു ബോണ്ട് പെയർ ആയിട്ട് എടുക്കുക. അതിന് ഒരു ബോണ്ട് പെയർ, രണ്ടാമത്തെ ബോണ്ട് പെയർ, മൂന്നാമത്തെ ബോണ്ട് പെയർ. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, 3 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ ആണ്. ഓക്കെ, 3 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ ആണ്. അപ്പോൾ 3 ബോണ്ട് പെയർ 1 ലോൺ പെയർ വന്നാൽ എന്താ വരിക, നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 ബോണ്ട് പെയർ 1 ലോൺ പെയർ ആണ്. അപ്പോൾ എന്താ വരിക, പിരമിഡൽ വരും അല്ലേ, ഷേപ്പ് വരിക പിരമിഡലാണ്. ഇപ്പൊ ത്രികോണ പിരമിഡൽ നമ്മൾ തന്നിട്ടുണ്ട്. ആ ത്രികോണ പിരമിഡലിൽ നിന്ന് 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പം ഓപ്ഷൻ എ ആവാം, ഇത് നമുക്ക് ഒഴിവാക്കാം, ഓപ്ഷൻ സി ആവാം. ഓക്കെ, ഓപ്ഷൻ എയോ സിയോ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് CO3 2 മൈനസ് ആണെങ്കിലോ കാർബണിന്റെ മുകളിൽ 4 ഇലക്ട്രോൺ, അത് ഇതേപോലെ തന്നെ ഇടുക 4 ഇലക്ട്രോൺ. അപ്പോൾ ഓക്സിജനായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഡബിൾ ബോണ്ട് O മൈനസ് O മൈനസ്. അപ്പോൾ 3 ബോണ്ട് പെയർ മാത്രമാണ് അല്ലെ, 3 ബോണ്ട് പെയർ പ്ലസ് 0 ലോൺ പെയർ. അപ്പോൾ എന്താ ഷേപ്പ്, ട്രയാഗണൽ പ്ലാനാർ വരും, ത്രികോണ പ്ലാനാർ ആണ്. അപ്പോൾ ഇതിലും ത്രികോണ പ്ലാനാർ ആണ്, ഇത് രണ്ടിലും അങ്ങനെ തന്നെയാണ്. അടുത്തത് അപ്പം ഓപ്ഷൻ എ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അടുത്ത മോളിക്കൂൾ BrF4 മൈനസ് ആണ്. അപ്പം ബ്രോമിൻ ആണ്. അപ്പം ബ്രോമിന്റെ കേസിൽ ഞാൻ പറഞ്ഞു, ബ്രോമിന്റെ മോള് ഹാലജൻ ആണ്, 7 ഇലക്ട്രോൺ ഉണ്ടാവുക, ഒരു മൈനസ് ചാർജ് ഉണ്ട്. അപ്പോൾ 8 ഇലക്ട്രോൺ, 2 4 6 8 ഇലക്ട്രോൺ. അപ്പോൾ അത് ഫ്ലൂറിനായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നു. ഫ്ലൂറിൻ 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 4 ഫ്ലൂറിനായിട്ട് ബോണ്ട് ഉണ്ടാക്കി. അപ്പോൾ എത്ര വരിക, ഒരു ബോണ്ട് പെയർ, 2 ബോണ്ട് പെയർ, 3 4 ബോണ്ട് പെയർ. അപ്പോൾ എന്താ വരിക, 4 ബോണ്ട് പെയർ പ്ലസ് എത്ര ലോൺ പെയറാ, 2 ലോൺ പെയർ. 4 ബോണ്ട് പെയർ 2 ലോൺ പെയർ ഉണ്ടെങ്കിൽ നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്, 4 ബോണ്ട് പെയറും 2 ലോൺ പെയർ ആണെങ്കിൽ സ്ക്വയർ പ്ലാനാർ ആണ്, ചതുര പ്ലാനാർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൻസർ വരെ ഏതാണ്, ഓപ്ഷൻ സി ആണ്. സി റെഡി, ഓപ്ഷൻ സി വരും. അപ്പൊ ഞാൻ നേരത്തെ ഒന്നുകൂടി പറയുന്നു, ഞാൻ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചെയ്യുമ്പോൾ കുറെ ബുദ്ധിമുട്ടുണ്ടാവും. എന്താ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എൻ്റെ സഹായത്തോട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മൂന്നാമത്തെ ചോദ്യം, SF4 മൈനസ് BF4 മൈനസ് XCF4 ICl4 മൈനസ് എന്നിവയിൽ ESEPR സിദ്ധാന്തം അനുസരിച്ച് കേന്ദ്ര ആറ്റത്തിൽ 2 ഏകജോഡി ഇലക്ട്രോണുകൾ ഉള്ള സ്പീഷീസുകളുടെ എണ്ണം. ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 4 തന്മാത്രകൾ തന്നിട്ടുണ്ട്. ഇതിൽ VSEPR സിദ്ധാന്തം അനുസരിച്ച് കേന്ദ്ര ആറ്റത്തിൽ 2 ഏകജോഡി ഇലക്ട്രോണുകൾ, 2 ഏകജോഡി എന്ന് വെച്ചാൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളാണ് പറയുന്നത്, ഇലക്ട്രോണുകൾ ഉള്ള സ്പീഷീസുകളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഷേപ്പ് വായിക്കണം. SF4 ആണെങ്കിൽ സൾഫർ വന്നു, നമ്മളിപ്പോൾ പറഞ്ഞു 6 ഇലക്ട്രോൺ ഉള്ളത്, 6 ഒരു മൈനസും 7 ഇലക്ട്രോൺ. റെഡി, സൾഫറിന്റെ മോള് 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അതില് ഫ്ലൂറിനായിട്ട് റിയാക്ട് ചെയ്ത് 3 ഫ്ലൂറിനായിട്ട് റിയാക്ട്. ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ ഇങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വരില്ല ആൻസർ. അപ്പൊ അത് ഇതിൽ വരില്ല. BF4 മൈനസ് ആണെങ്കിലോ ബോറോണിന്റെ മോള് നമുക്കറിയാം എത്ര ഇലക്ട്രോൺസ് ഉള്ളത്, ബോറോണിന്റെ മോള് 3 ഇലക്ട്രോൺ ഉള്ളത്, ഈ മൈനസും കൂടിയാകുമ്പോൾ 4 ഇലക്ട്രോൺ ആവും. ഓക്കെ, അതെന്ത് ചെയ്യുന്നു, ഫ്ലൂറിനായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നു. ഇവിടെ 4 ബോണ്ട് പെയർ പ്ലസ് 0 ലോൺ പെയർ ആണ്. XCF4 എന്താ വരുന്നത്, XCF4ന്റെ കേസിൽ X എന്ന് പറയുന്നത് സെനോൺ ആണ്, 8 ഇലക്ട്രോൺ ഉണ്ടാവും. ഇത് ഏറ്റവും എന്താ പറയുക 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ് ആണ്. അപ്പൊ എന്താ പറയുക, ഫ്ലൂറിൻ 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 ഫ്ലൂറിൻ. അപ്പൊ എന്താ പറയുക 4 ബോണ്ട് പെയർ പ്ലസ് 2 ലോൺ പെയർ വരുന്നത്. അപ്പോൾ 2 ഏകജോഡി ഇലക്ട്രോണുകൾ വരുന്നുണ്ട്. ഇത് വരുന്നത്
ഇനി ICl4 മൈനസ് ആണെങ്കിലോ അയഡിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അയഡിൻ എന്താണ് 7 ഇലക്ട്രോൺ ഉണ്ടോ, മൈനസ് വരുമ്പോൾ 8 ഇലക്ട്രോണോ ഇതേപോലെ തന്നെ വരും. 8 ഇലക്ട്രോണോ Cl ആണ്, ക്ലോറിൻ 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 ക്ലോറിൻ. ഇതും എന്താ വരിക 4 ബോണ്ട് പെയർ പ്ലസ് 2 ലോൺ പെയർ വരും. ഓക്കെ, അപ്പൊ ആൻസർ എന്താ വരിക സൈനോൺ SCF4 ICl4 വരെ 2 മോളിക്യൂളില് ഇങ്ങനെ വരുന്നുണ്ട്. ഓപ്ഷൻ എ വരും. 2 ഏക ജോഡി ഇലക്ട്രോണുകളുള്ള സ്പീഷീസുകൾ ആൻസർ എ വരും. റെഡിയാണല്ലോ. ഇനി ഇത്രയും ഞാൻ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി ക്വസ്റ്റ്യൻസ് ഞാൻ സ്ലൈഡ്സ് കാണിക്കാം, നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കിയാൽ മതി. 4ാമത്തെ ചോദ്യം ഇതാണ്. VCPR സിദ്ധാന്തം അനുസരിച്ച് അനുയോജ്യമായ ടെട്രാഹൈഡ്രൽ ആകൃതിയിലുള്ള തന്മാത്രകൾ അല്ലെങ്കിൽ അയോണുകൾ ഏതാണ്? ഇത് അനുയോജ്യമായ ടെട്രാഹൈഡ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് പെർഫെക്റ്റ് ടെട്രാഹൈഡ്രൽ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ഇതിൽ ടെട്രാഹൈഡ്രൽ 2 എണ്ണം വരും. ഇതിൽ പെർഫെക്റ്റ് ടെട്രാഹൈഡ്രൽ ആണ്, അതാണ് അനുയോജ്യമായ ടെട്രാഹൈഡ്രൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ ടെട്രാഹൈഡ്രൽ ഉള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഇനി 5ാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ ഒറ്റ ജോഡികളുള്ളതും VCPR സിദ്ധാന്തം അടിസ്ഥാനമാക്കി രേഖീയ ആകൃതിയുള്ളതുമായ തന്മാത്ര. രേഖീയ ആകൃതി എന്ന് പറഞ്ഞാൽ ലീനിയർ മോളിക്യൂൾ ആണ്. ഇപ്പൊ രേഖീയ ആകൃതിയുള്ള തന്മാത്ര ഏതാണെന്നാണ് ചോദ്യം. 6ാമത്തെ ചോദ്യം. പട്ടിക 1 സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്, പട്ടിക 2 അതിന്റെ ഘടന തന്നിട്ടുണ്ട്, അതിന്റെ ഷേപ്പ് തന്നിട്ടുണ്ട്. ഇതില് ഈ 2 പട്ടികയും തമ്മിലുള്ള ശരിയായ കോഡ് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മോളിക്യൂൾസ് തന്നിട്ടുണ്ട്, ഇവിടെ അതിന്റെ ഷേപ്പ് തന്നിട്ടുണ്ട്. ഇത് മാച്ച് ചെയ്ത് എഴുതണം. 7ാമത്തെ ചോദ്യം. CO3 2- SO3 XCO3 NO3 XCO3 ആണ്, താഴെയാണ് O3 NO3- എന്നിവയിൽ ഏതാണ് സമതല പ്ലാനാർ സ്ട്രക്ചർ ഉള്ളത് ഏതാണെന്നാണ് ചോദ്യം. സമതല സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്ലാനാർ സ്ട്രക്ചർ ആണ്, ഏതാണെന്നാണ് ചോദ്യം. 8ാമത്തെ ചോദ്യം. Br3+ന്റെയും I5+ന്റെയും ജാമിതികൾ യഥാക്രമം. ജോമെട്രി ആണ് ചോദിച്ചിരിക്കുന്നത്, ഷേപ്പ് അല്ല, ജോമെട്രി ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആറ്റം സെൻട്രൽ ആയിട്ട് എടുക്കുക. ബാക്കി ഇതിപ്പം Br3 എന്ന് പറയുമ്പോൾ ഒരു Br സെൻട്രൽ ആറ്റം, നേരത്തെ നമ്മൾ I3 മൈനസ് എടുത്ത പോലെ ഇതിവിടെ പ്ലസ് ആണ്, അത് എടുത്തിട്ട് അതിന്റെ ജോമെട്രി ആണ് കണ്ടുപിടിക്കുന്നത്. 9ാമത്തെ ചോദ്യം. XCF2 XCO2 F2 എന്നിവയുടെ ഘടനയാണ്, ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബെൻഡ് ആണ്, ടെട്രാഹൈഡ്രൽ, ലീനിയർ എന്നൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്, അത് കണ്ടുപിടിക്കുക. 10ാമത്തെ ചോദ്യം. Br(F4- XCF6 SbCl6 എന്നിവയിലെ കേന്ദ്ര ആറ്റത്തിലെ ഏക ജോഡി ഇലക്ട്രോണുകളുടെ എണ്ണം, അതായത് സെൻട്രൽ ആറ്റത്തിലെ ലോൺ പെയർ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ 10 ചോദ്യങ്ങളുണ്ട്, എല്ലാം ഗംഭീര ചോദ്യങ്ങളാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.